വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിന്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണമെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ക്യാൻസർ പേഷ്യന്റാണ്. അവർക്ക് അതിലൊന്നും ഒരു വിഷമങ്ങളില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. കൊല്ലം പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. തുടർന്ന് ഞാൻ എന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതി പുറത്തറിയിക്കുകയും ചെയ്തു. കലയനാട് ചരുവിളപ്പുത്തൻ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ച ശേഷം പ്രതിയായ ഭർത്താവ് ഐസക് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കൊലപാതകം നടക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഐസക്കിന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശാലിനിയുടെ കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു, അതിന്റെ കാരണം വീട്ടിലിരുന്ന് സ്വർണമെടുത്ത് പണയം വെച്ചതും ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാതെ ഇരുന്നതുമാണ്. എനിക്ക് 2 മക്കളാണ്. അതിലൊരാൾ ക്യാൻസർ രോഗിയാണ്. അവൾക്ക് ആഡംബര ജീവിതം നയിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ലൈവിലൂടെ പ്രതി പറയുന്നത്. ഒരു കൊലപാതകം നടത്തിയതിന്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതിയുടെ സംസാരം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെ ശാലിനി താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഐസക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. ശാലിനിയും ഐസക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിലും തർക്കമുണ്ടായിരുന്നു. പുനലൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഐസക് ഒടുവിൽ കീഴടങ്ങി. പോലീസ് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് വെട്ടേറ്റ് കിടക്കുന്ന ഭാര്യയുടെ ചിത്രങ്ങൾ പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന സമയത്ത് മൂത്ത മകനും വീട്ടിലുണ്ടായിരുന്നു.